കേരള വെറ്ററിനറി സർവകലാശാലയിലെ ഡോക്ടർ ജോൺ അബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് പുതിയ ബയോഗ്യാസ് പ്ലാന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ ആദ്യം വെള്ളം ചേർത്ത് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കും. ഈ കുഴമ്പാണ് ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നത്. പശുവിന്റെ ആമാശയത്തിലെ ദഹന പ്രക്രിയയ്ക്ക് സമാനമായ രീതിയിലാണ് ഈ പ്ലാന്റിൽ ഗ്യാസ് ഉൽപ്പാദനം നടക്കുന്നത്. കൂടുതൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ഈ രീതി സഹായകരമാകും. 3000 ലിറ്റർ കപ്പാസിറ്റിയുള്ള പ്ലാന്റിൽ 100 ലിറ്റർ മാലിന്യം ഒരു തവണ ഇടാം. 12 മണിക്കൂർ കൊണ്ട് 2 m³ ഗ്യാസാണ് ഉൽപ്പാദിപ്പിക്കാനാകുക. പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് പ്രത്യേകതരം ബലൂണിലാണ് നിറയുന്നത്. ഈ ബലൂൺ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാനാകും. ബലൂണിൽ നിന്ന് കംപ്രസർ വഴി വലിയ ബർണറുകൾ കത്തിക്കാം. പശുവിൻ്റെ ആമാശയം അടിസ്ഥാനപ്പെടുത്തി പുതിയതായി വികസിപ്പിച്ച ഒരു 2 സ്റ്റേജ് അനറോബിക് ബാഫിൾഡ് റിയാക്ടറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് രണ്ടായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പ്ലേറ്റ് പോലെയുള്ള ബാഫിളുകളുണ്ട്. അപ്പോൾ പശുവിൻ്റെ വയറിൻ്റെ അകത്ത് എങ്ങനെയാണോ ദഹനം സംഭവിക്കുക അതുപോലെയാണ് ഇതിൻ്റെ അകത്ത് ദഹിപ്പിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഗ്യാസ് ഉണ്ടാകുന്നു. 1.5 ലക്ഷം രൂപ ചെലവിലാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കുമ്പോൾ ഇനിയും ചിലവ് കുറയും. ഹോട്ടലുകൾക്ക് മികച്ചൊരു മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം കൂടിയാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ്. ഇത് ഹോട്ടലുകൾ അതുപോലെയുള്ള ചെറിയ വ്യവസായ സംരംഭങ്ങൾ എന്നിവയ്ക്ക് വളരെ ഉത്തമമായ മാലിന്യ നിർമ്മാർജ്ജന മാർഗമാണ്. എല്ലാത്തരം അടുക്കള മാലിന്യങ്ങളും നിക്ഷേപിക്കാമെന്നതാണ് ഈ ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രത്യേകത. മാതൃഭൂമി ന്യൂസ്, വയനാട്.